നാം എല്ലാവരും നമ്മുടെ വിവിധങ്ങളായ ജീവിത വിഷയങ്ങളിൽ ദൈവസന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവം നമ്മുടെ അപേക്ഷകൾ കേട്ട് ഉത്തരം നൽകണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോടുള്ള മനസ്സലിവാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കാര്യസാധ്യത്തിനുള്ള വേറൊരു ഉപാധിയായിരിക്കുവാനല്ല, മറിച്ച് അപ്പ, പിതാവേ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് നാം കടന്നു ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ചെയ്യുന്നൊരു ദൈവ പൈതലായി നാം ഓരോരുത്തരും മാറണമെന്നാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ആയിരിക്കുന്ന പാപാവസ്ഥയിൽ ദൈവത്തോട് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്ത ബലിയായി തീർന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ മാത്രമേ ദൈവസന്നിധി കടന്നു വരുവാൻ്റെ കൊണ്ട് നമുക്ക് നീതീകരണവും വിശുദ്ധിയും പ്രാപിക്കുന്നതിന് കഴിയുകയുള്ളൂ. പാപിയായ മനുഷ്യനെ ദൈവം എങ്ങനെ നീതീകരിച്ച് വീണ്ടെടുക്കും, എങ്ങനെ ജീവനും വിശുദ്ധിയുള്ള ദൈവ പൈതലാക്കി തീർക്കുമെന്ന് വചനം വ്യക്തമാക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവകൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ച് പാപത്തിൻ്റെ അശുദ്ധികൾ കഴുകപ്പെട്ടവരായി നാം ദൈവസന്നിധി കടന്നു വന്ന് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന വ്യക്തമാക്കുന്നുണ്ട്. പിതാവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ദൈവവചനമാണ് നമ്മെ പാപസ്വഭാവങ്ങളിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിനായി നിരന്തരം വിശുദ്ധീകരിച്ചെടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനോളം തന്നെ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. വചനം തള്ളിക്കളയുന്നവർ ദൈവത്തെ തന്നെയാണ് തള്ളിക്കളയുന്നത്. കാരണം വചനം ദൈവമാണ്. ആ വചനം ജഡമായി വെളിപ്പെട്ട് നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു ക്രിസ്തു. വചനം വേണ്ട, പാരമ്പര്യ വിശ്വാസം മതി എന്ന് പറയുന്നവർ ഏതൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പഠിപ്പിക്കുന്നത്. വഞ്ചിക്കപ്പെടരുത്. കണ്ണാടി പോലെ ദൈവവചനം നമ്മുടെ അശുദ്ധികളെ നമുക്ക് കാട്ടിത്തരും. അപ്പോൾ അതിൻ പ്രകാരം വെടിപ്പാകുവാൻ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ദൈവീത പ്രകാരമുള്ള ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് കഴിയില്ല. എന്നാൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ അത് വേണ്ടുമെന്ന് ശ്രദ്ധിക്കാതെ അവ അനുസരിക്കുവാൻ തയ്യാറാകാതെ ദൈവഹിതത്തോട് മത്സരിക്കുന്നത് അങ്ങേയറ്റം പാവമാണെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. വൃത്തിഹീനമായ കൈകളിൽ വെച്ച് നീട്ടുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് നമുക്ക് അറുപ്പാണ്. അപ്പോൾ നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവസ്ഥകളും വ്യക്തമായി അറിയുന്ന ദൈവം നമ്മിൽ നിന്ന് ഒരു ആരാധന സ്വീകരിച്ച് നമ്മിൽ പ്രസാദിക്കുമെന്ന് കരുതുന്ന വ്യാമോഹമാണ്. ദൈവത്തിൽ നിന്ന് നീതീകരണവും ശുദ്ധീകരണവും പ്രാപിക്കാതെ ദൈവനാമത്തിൽ എന്ത് പുണ്യപ്രവൃത്തി ഈ ലോകത്ത് ചെയ്താലും ദൈവത്തിന് അത് അർപ്പാകുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവവചനം അരുളി ചെയ്യുന്ന വിശുദ്ധി പ്രാപിച്ച് ഹൃദയശുദ്ധിയോടെ ദൈവനാമ മഹത്വത്തിനായി നാം ചെയ്യുന്ന സൽപ്രവൃത്തികളിൽ ദൈവം തീർച്ചയായും പ്രസാദിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലൊരു ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കാം. ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മിൽ പ്രസാദിക്കും. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.